Dear students, in this session we are going to discuss the major air pollutants. Air pollution. Air is never found clean in nature due to natural and man-made pollution. Gases like CO, sulfur dioxide, and hydrogen sulfide are continuously released into the atmosphere through natural activities. Example, volcanic activity, vegetation decay. നമ്മുടെ അന്തരീക്ഷത്തിലെ എയർ ഒരിക്കലും പൂർണ്ണമായും ക്ലീൻ അല്ല. സ്വാഭാവികമായി തന്നെ വായുവിൽ മലിനീകരണം സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് വെജിറ്റേഷൻ ഡീക്കേ ആണ്. നമുക്കറിയാം, പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ, ഏത് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് ഡീക്കേ ചെയ്യും. അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഇലകളും അതിൻ്റെ ഫ്രൂട്ട്സും ഒക്കെ നമുക്കറിയാം മണ്ണിൽ വീണ് ഡീക്കേ ചെയ്യും. അതുപോലെ വോൾക്കാനിക് ആക്ടിവിറ്റീസ് ഉണ്ട്. വ്യത്യസ്തങ്ങളായിരിക്കുന്ന പ്രകൃതിയിൽ നടക്കുന്ന സംഭവങ്ങൾ, സ്വാഭാവികമായിരിക്കുന്ന പരിണാമ പ്രക്രിയകൾ, ഇതിലൊക്കെ കൂടിയും ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള, സൾഫർ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ, കാർബൺ മോണോക്സൈഡ് ഇങ്ങനെയുള്ള വാതകങ്ങൾ നിരന്തരമായി അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. Major air pollutants. There are 5 primary pollutants that contribute more than 90% of the global pollution. Carbon monoxide, nitrogen oxides, hydrocarbons, sulfur oxides and particulates. പ്രധാനപ്പെട്ട 5 പൊല്യൂട്ടൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആഗോള വായു മലിനീകരണത്തിൻ്റെ 100% ഈ 5 പൊല്യൂട്ടൻസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. കാർബൺ മോണോക്സൈഡ്, കാർബൺ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ കാർബൺ ഉൾക്കൊള്ളുന്ന വസ്തുക്കൾ കത്തിക്കുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് ബേണിംഗ് ആണെന്നുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. നൈട്രജൻ ഓക്സൈഡ്സ്, NOx എന്നെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന നൈട്രജൻ ഓക്സൈഡ്സിൽ പ്രധാനമായിട്ടും നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡുമാണുള്ളത്. ഹൈഡ്രോകാർബൺസ്, പിന്നെ സൾഫർ ഓക്സൈഡ്സ്. സൾഫർ ഓക്സൈഡ്സിൽ പ്രധാനമായും സൾഫർ ഡയോക്സൈഡാണ്, സൾഫർ ട്രയോക്സൈഡ് 2. പാർട്ടിക്കുലേറ്റ്സ്, ഇതാണ് പ്രധാനപ്പെട്ട വായു മലിനീകരണത്തിൻ്റെ കാരണക്കാർ. അതിൻ്റെ ഒരു ഫിഗറും ഇവിടെ തന്നിട്ടുണ്ട്. അന്തരീക്ഷത്തിലേക്ക് എങ്ങനെയാണ് സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ് തുടങ്ങിയവ തള്ളപ്പെടുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അന്തരീക്ഷത്തിൽ എത്തിക്കഴിയുമ്പോൾ വീണ്ടും അത് സെക്കൻഡറി പൊല്യൂട്ടൻസായി മാറുന്നതും ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അന്തരീക്ഷത്തിലെത്തിക്കഴിയുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശവുമായി പ്രവർത്തിച്ചുകൊണ്ട് പ്രൈമറി പൊല്യൂട്ടൻസ് സെക്കൻഡറി പൊല്യൂട്ടൻസായിട്ട് മാറുന്നുണ്ട്. എയർ പൊല്യൂഷൻ സോഴ്സസ്. There are 3 types of sources: mobile sources, stationary sources and area sources. Mobile sources means car, bus, plane, truck, train, etc. Stationary sources are power plants, oil refineries, industrial facilities and factories. Area sources, agricultural areas, cities and fuel burning places. കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം, ഇപ്പോൾ കാറ്, ബസ്, പ്ലെയിന്, ട്രക്ക് ഇതിൻ്റെയൊക്കെ ബാഹുല്യം വളരെ കൂടുതലാണ്. സ്വാഭാവികമായും അവയൊക്കെ തന്നെയും ഒരു പരിധിക്കപ്പുറത്ത് നമ്മളുടെ വായുവിനെ മലിനീകരിക്കുന്നുണ്ട്.
അതിൻ്റെ കാരണം ഇന്ധനങ്ങൾ കത്തുമ്പോൾ പുറത്തേക്ക് തള്ളപ്പെടുന്ന കാർബൺ മോണോക്സൈഡ്, ഓക്സൈഡ്സ് ഓഫ് സൾഫർ, ഹൈഡ്രോ കാർബൺസ് തുടങ്ങിയവയാണ്. സ്റ്റേഷനറി സോഴ്സസ് എന്ന് പറയുമ്പോൾ വ്യവസായ സംരംഭങ്ങൾ പ്രത്യേക സ്ഥലത്ത് തന്നെ അത് പെർമനൻ്റ് ആയിട്ട് നമ്മൾ നിർമ്മിച്ച് വെച്ചിരിക്കുന്നവയാണ്. അല്ലെ പവർ പ്ലാന്റ്സ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റ്സ്, അതുപോലെ ഓയിൽ റിഫൈനറീസ്, ഇതൊക്കെ തന്നെയും വായുവിലേക്ക് മാലിന്യങ്ങൾ തള്ളുന്നു. ഏരിയ സോഴ്സസ്, ഇപ്പം അഗ്രികൾച്ചറൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കാർഷിക രീതിയിൽ രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. തന്നെയല്ല ആ അഗ്രികൾച്ചർ റെസിഡ്യൂ കത്തിക്കുമ്പോൾ പുറത്തേക്ക് തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ, അതുപോലെ ഇന്ധനങ്ങൾ കത്തിക്കുന്ന ഫയർവുഡ് മേഖലകൾ, ഇവിടെയൊക്കെ തന്നെയും അന്തരീക്ഷത്തിലേക്ക്, വായുവിലേക്ക് മാലിന്യങ്ങൾ കലരുന്ന സോഴ്സുകളാണ്, ഉറവിടങ്ങളാണ്. General features. The pollutants are present in the atmosphere both by natural process and human activities. When the concentrations of the pollutants increase beyond a particular level, the dynamic equilibrium of the atmosphere is disturbed and the life on Earth is adversely affected. Transportation accounts for more than 46% of the total pollutants produced and hence remains the principal source of air pollution. Carbon monoxide is the major individual pollutant. വായു മലിനീകരണത്തിൻ്റെ ഒരു വിശദമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രസക്തമായിരിക്കുന്ന ഒരു വിവരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ നിരന്തരമായിട്ട് നമ്മുടെ വായു മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നാച്ചുറൽ ആക്ടിവിറ്റീസും ഹ്യൂമൻ ആക്ടിവിറ്റീസും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മലിനീകരണം ഒരു പരിധിക്ക് അപ്പുറത്തെത്തി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പെർമിസിബിൾ ലെവല് അല്ലെങ്കിൽ അതിന് താങ്ങാവുന്ന അപ്പുറത്തെത്തി കഴിയുമ്പോൾ ആ ഒരു സ്വാഭാവിക പ്രവർത്തനത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ അത് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ അത് ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നത്. ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗത മേഖലയിൽ നിന്നാണ് വായു മലിനീകരണത്തിൻ്റെ ഏതാണ്ട് 46% സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഇൻഡിവിജ്വലായിരിക്കുന്ന പൊള്ളൂട്ടൻ്റെ എടുത്തു കഴിഞ്ഞാൽ വായുവിലെ ഏറ്റവും മലിനീകരണത്തിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡാണ്. കാർബൺ മോണോക്സൈഡ് ഈസ് ദി മേജർ ഇൻഡിവിജ്വൽ പൊള്ളൂട്ടൻറ്റ്. നമ്മൾ നേരത്തെ കണ്ടു സൾഫർ ട്രൈ ഓക്സൈഡ്, പാർട്ടിക്കുലേറ്റ്സ്, ഇതൊക്കെ പൊള്ളൂട്ടൻ്റാണ്. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ എടുത്തു കഴിയുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഈസ് ദ മേജർ ഇൻഡിവിജ്വൽ പൊള്ളൂട്ടൻറ്റ്. Carbon monoxide is a colorless, odorless, tasteless gas insoluble in water. The basic reaction yielding carbon monoxide is the incomplete burning of carbon containing compounds. Carbon with oxygen, we are getting carbon monoxide. Dissociation of carbon dioxide at high temperatures. Carbon dioxide at a high temperature dissociates to carbon monoxide and oxygen. Reactions between carbon dioxide and carbon containing materials at elevated temperatures in industrial purposes or in industrial process. CO2 plus C, we are getting carbon monoxide. അന്തരീക്ഷത്തിലേക്ക് കാർബൺ മോണോക്സൈഡ് തള്ളപ്പെടുന്ന 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്, 3 പ്രധാനപ്പെട്ട പാത്വേസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ 3 കെമിക്കൽ റിയാക്ഷൻസാണ്. കാർബൺ കത്തിച്ചു കഴിയുമ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി കൂടിച്ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ റിയാക്ഷൻ. C+O2, വി ആർ ഗെറ്റിംഗ് CO. ഇനി ഒരു കൂടിയ താപനിലയിൽ കാർബൺ ഡൈ ഓക്സൈഡ് വിഘടിക്കും, ഡിസോസിയേഷൻ. അപ്പോൾ അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അതിന് വിഘടിക്കാം മറ്റേ ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ അത് വിഘടിച്ച് കാർബൺ മോണോക്സൈഡും ഓക്സിജനും ഉണ്ടാകും. അതാണ് രണ്ടാമത്തെ അന്തരീക്ഷത്തിൽ വായുവിൽ കാർബൺ മോണോക്സൈഡ് വരുന്ന രണ്ടാമത്തെ രീതിശാസ്ത്രമാണ് അത്. പിന്നെ കാർബൺ ഡയോക്സൈഡ് ഒരു ഉയർന്ന താപനിലയിൽ കാർബൺ ഉൾക്കൊള്ളുന്ന മറ്റു വസ്തുക്കളുമായി കൂടിച്ചേരുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. CO2 plus C, നമുക്ക് കാർബൺ മോണോക്സൈഡ് കിട്ടും. അപ്പോൾ പ്രധാനമായിട്ടും അന്തരീക്ഷത്തിലേക്ക് കാർബൺ മോണോക്സൈഡ് തള്ളപ്പെടുന്ന 3 രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ കളറില്ലാത്ത, ഓഡർലെസ്, മണമില്ലാത്ത, ടേസ്റ്റ്ലെസ്, ഒരു ടേസ്റ്റുമില്ലാത്ത, വെള്ളത്തിൽ ലയിക്കാത്ത ഒരു വാതകമാണ്.
sinks of carbon monoxide. The major carbon monoxide sinks are plants, the ocean and the soil. About 200 microorganisms are found to be active in the removal of carbon monoxide from the atmosphere. Since these sinks are absorbing carbon monoxide from the atmosphere, the CO concentration in the atmosphere is less than the accepted ambient global CO concentration. എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ മോണോക്സൈഡ് റിമൂവ് ചെയ്യപ്പെടുന്നത്, മാറ്റപ്പെടുന്നത്? ഇപ്പോൾ കാർബൺ മോണോക്സൈഡിനെ ആഗിരണം ചെയ്യുന്ന, വലിച്ചെടുക്കുന്ന വസ്തുക്കളെയാണ് നമ്മളതിൽ സിങ്ക് എന്ന് വിളിക്കുന്നത്. പ്ലാന്റ്സ് കാർബൺ മോണോക്സൈഡിനെ ഒരു പരിധി വരെ ആഗിരണം ചെയ്യുന്നുണ്ട്. അതുപോലെ സമുദ്രവും മണ്ണിൽ വിശേഷ മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ, ഏതാണ്ട് 200-ലധികം സൂക്ഷ്മജീവികൾ കാർബൺ മോണോക്സൈഡിൻ്റെ സാന്ദ്രത കുറയ്ക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മോർ ദാൻ 200 മൈക്രോ ഓർഗാനിസംസ് ആർ ഫൗണ്ട് ടു ബി ആക്റ്റീവ് ഇൻ ദ റിമൂവൽ ഓഫ് കാർബൺ മോണോക്സൈഡ് ഫ്രം അറ്റ്മോസ്ഫിയർ. കാർബൺ മോണോക്സൈഡ് പോയിസണസ് ആണ്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യുന്നതിൽ സ്വാഭാവികമായി തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ നേച്ചർ ഇൻവോൾവ് ആണ്. അപ്പോൾ ഇതൊക്കെ തന്നെ കാർബൺ മോണോക്സൈഡിൻ്റെ സിങ്ക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കാം. ഇങ്ങനെ കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും മാറ്റപ്പെടുന്നത് കൊണ്ടാണ്, ആഗിരണം ചെയ്ത് മാറ്റപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര രീതിയിലുള്ള ഒരു സാന്ദ്രത, ഒരു കോൺസെൻട്രേഷൻ, കാർബൺ മോണോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ അന്തരീക്ഷത്തിൽ ഇല്ലാത്തത്. മറ്റൊരു പൊള്യൂട്ടൻ്റാണ് നൈട്രജൻ ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. സോ ലെറ്റ് us see what are nitrogen oxides. There are various pathways through which nitrogen oxides are introduced to the atmosphere. The increased use of coal and oil in power generators is the main reason for the emission of nitrogen oxides. The road transport sector has provided a significant contribution of nitrogen oxides in the atmosphere. Though there are many nitrogen oxides, the main contributors to pollution are nitric oxide NO and nitrogen dioxide NO2. The nitrogen oxides are generally represented by the formula NOx. പല രീതിയിൽ കൂടിയാണ് നൈട്രജൻ്റെ ഓക്സൈഡ്സ് അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെടുന്നത്. ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം, കോള്, അതുപോലെ തന്നെ ഓയിൽ. ഈ പവർ ജനറേറ്ററിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ് കോള്, ഓയിൽ ഇവയൊക്കെ. ഇത് കത്തിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായും നൈട്രജൻ ഓക്സൈഡ്സ് അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെടുന്നുണ്ട്. നൈട്രജൻ ധാരാളം ഓക്സൈഡ്സ് ഉണ്ട്. നൈട്രസ് ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഡൈനൈട്രജൻ ടെട്രോക്സൈഡ്, ഡൈനൈട്രജൻ പെൻറ്റോക്സൈഡ്, ഇങ്ങനെ ധാരാളം ഓക്സൈഡ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓക്സൈഡ്സ് ഒക്കെ തന്നെ അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെടുന്നുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാതക രംഗത്തു നിന്നാണ് നൈട്രജൻ ഓക്സൈഡ്സ് വായുവിലേക്ക് തള്ളപ്പെടുന്ന മറ്റൊരു പാത്വേ എന്ന് പറയുന്നത്. ഇങ്ങനെ ധാരാളം നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ടെങ്കിലും മലിനീകരണത്തിൻ്റെ പ്രധാന കാരണക്കാർ നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡുമാണ്. നൈട്രിക് ഓക്സൈഡിനെയും നൈട്രജൻ ഡയോക്സൈഡിനെയും NO2-നെയും കൂടെ പൊതുവിൽ നമ്മൾ, അല്ലെങ്കിൽ ഓക്സൈഡ്സ് ഓഫ് നൈട്രജനെ മൊത്തത്തിൽ നമ്മൾ NOx എന്ന് പറയുന്ന അതിൻ്റെ ഫോർമുല കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. The oxides of nitrogen are generally represented by NOx. Nitrogen oxides, bit more in detail. NOx represents the oxides of nitrogen in the atmosphere. Nitric oxide NO and nitrogen dioxide NO2 are primarily involved in air pollution. NO is a colorless, odorless gas. NO2 is a reddish brown suffocating gas with a pungent odor. The basic reaction leading to the formation of NO and NO2 are combustion process involving air. ഇവിടെ പ്രധാനമായിട്ട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എന്താണ്, ഏത് രീതിയിലാണ് അത് തള്ളപ്പെടുന്നത് എന്നാണ്. പ്രധാനമായും കമ്പസ്റ്റൻ തന്നെയാണ്. കമ്പസ്റ്റനിൽ കൂടി തന്നെയാണ് നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും വായുവിലേക്ക് തള്ളപ്പെടുന്നത്. NO ഒരു കളർലെസ്, ഓഡർലെസ് ഗ്യാസാണ്. അതേസമയം NO2 എന്ന് പറയുന്നത് ഒരു റെഡിഷ് ബ്രൗൺ സഫക്കേറ്റിംഗ്, നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ഇഫക്റ്റ് അനുഭവപ്പെടുത്തുന്ന ഒരു ഗ്യാസാണ്
നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഒരു പഞ്ചൻറ്റ് സ്മെല്ലും അതിനുണ്ടായിരിക്കും. ഫോട്ടോലിറ്റിക് സൈക്കിൾ ഓഫ് nitrogen dioxide. Nitrogen dioxide is also formed by a photolytic reaction as shown below. The presence of hydrocarbons disrupts the photolytic cycle and gives rise to photochemical smoke. വാസ്തവത്തിൽ ഈ ഒരു സ്ലൈഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നൈട്രജൻ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെട്ട് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതമാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നൈട്രജൻ ഡയോക്സൈഡ് നമ്മുടെ അന്തരീക്ഷത്തിൽ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും അത് സൂര്യപ്രകാശത്തിലുള്ള അൾട്രാ വയലറ്റ് റേസുമായിട്ട് പ്രവർത്തിച്ച് അത് വിഘടിക്കും. NO1 ഓക്സിജനും അറ്റോമിക് ഓക്സിജനായിട്ട് അത് വിഘടിക്കുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും അത് പെട്ടെന്ന് അത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ മോളിക്യൂളും മറ്റൊരു ഓക്സിജൻ തന്മാത്രയുമായിട്ട് കൂടിച്ചേർന്ന് ഇവിടെ നമുക്ക് O3 രൂപീകരിക്കപ്പെടുന്നു. മാത്രവുമല്ല ആ NO വീണ്ടും അത് ഓക്സിജനുമായി കൂടിച്ചേർന്ന് നമുക്ക് NO2 നൈട്രജൻ ഡയോക്സൈഡും വീണ്ടും ഒരു ഓക്സിജൻ മോളിക്യൂളുമാണ്. ഇതൊരു സൈക്ലിക് ആയിരിക്കുന്ന ഒരു റിയാക്ഷനാണ്. നൈട്രജൻ ഡയോക്സൈഡ് അതൊരു സൈക്ലിക് റിയാക്ഷനിൽ കൂടി ഓസോൺ ഉണ്ടാകുന്നു. വീണ്ടും അത് നൈട്രജൻ ഡയോക്സൈഡായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് അല്ലെങ്കിൽ അതിന് ഡിസ്റ്റർബൻസ്, ആ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ ഇതൊരു ഫോട്ടോലിറ്റിക് സൈക്കിളാണ്. ഫോട്ടോലിറ്റിക് സൈക്കിൾ ഓഫ് നൈട്രജൻ ഡയോക്സൈഡാണ്. അപ്പോൾ അത് അന്തരീക്ഷത്തിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിയുമ്പോൾ അവിടെ നടത്തുന്ന ഒരു പ്രവർത്തനം, ഒരു രാസപ്രവർത്തനമാണ് ഇവിടെ വളരെ ബ്രീഫായിട്ട് അല്ലെങ്കിൽ വളരെ ടു പുട്ട് ഇൻ എ നട്ട്ഷെൽ സംക്ഷിപ്തമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇമ്പാക്റ്റ് ഓഫ് NOx. High levels of nitrogen oxides are harmful to vegetation. It may damage foliage, decrease the growth and reduce the yield of crops. Nitrogen oxides can fade and discolor furnishings and fabrics. Nitrogen oxides can create health hazards like irritation to the respiratory system, eyes and skin, aggravation of respiratory diseases like asthma, coughing and choking, nausea and headache, difficulty in breathing. ഒരു പെർമിസിബിൾ ലെവലിനപ്പുറത്ത് നൈട്രജൻ ഓക്സൈഡ്സ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുടെ ഒരു സംക്ഷിപ്തമായിരിക്കുന്ന വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലാന്റ്സിനെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്രോപ്പ് ഉൾപ്പെടെ കുറയാൻ സാധ്യതയുണ്ടാകും. അതുപോലെ തന്നെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തെയും ഇത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഇറിറ്റേഷൻ ടു ദി റെസ്പിറേറ്ററി സിസ്റ്റം, ഐസ്, സ്കിന്ന്, പിന്നെ സർട്ടൻ ഡിസീസസ് ലൈക്ക് ആസ്മ, ചുമ, ഹെഡേക്ക് തുടങ്ങി പല പ്രത്യാഘാതങ്ങളും ആരോഗ്യ മേഖലയിലും അല്ലെങ്കിൽ ആരോഗ്യത്തിനും ഇത് കാരണമാകുന്നുണ്ട്. So that is all in this particular session, and you are given the assignments which are the primary pollutants. Very simple, you can easily write down what are the primary pollutants and what are the sources of carbon dioxide. നിങ്ങൾ കാർബൺ ഡയോക്സൈഡ് അല്ല, നിങ്ങളിവിടെ വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് കാർബൺ മോണോക്സൈഡ് അതാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. എഴുതിയപ്പോൾ വന്ന ചെറിയൊരു തെറ്റാണ്. വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് കാർബൺ മോണോക്സൈഡ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിറ്റിംഗ് ദി അസൈൻമെൻറ്റ് ഈസ് August 29, 2020. Thank you.